ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗൈസ്. എൻ്റെ മൈൻക്രാഫ്റ്റ് വീഡിയോകളിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായി വീടിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് ഇതുവരെയായിട്ടും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇന്നേരൊന്നും തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. എന്താ അറിയില്ല, ചെറിയൊരു ലാഗ് അടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ ഞാൻ ഈ മോഡ് എർച്ചിൻ്റെ പ്രശ്നമാണോ അറിയില്ല. എന്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് ഇതായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പരിയിൽ എൻ്റെ താത്താനെ വിട്ടുന്നതിന് അവിടെ ഒച്ചയും പൊളിയൊക്കെ കേൾക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാക്കാൻ വീഡിയോ എടുക്കാൻ. നമുക്കത് ഫുള്ളിങ്ങനെ മൈൻഡ് ചെയ്ത് വൃത്തിയായിട്ട് ഞാൻ പറയാം ഗൈസ്. നമ്മളെ സ്ഥലം പോയി ഗൈസ്, നമ്മളെ വീടുണ്ടാക്കാനുള്ള സ്ഥലം പോയി. മറ്റേ വാട്ടർ സോംബി കാരണം പോയി നമ്മളത്. ഇപ്പോൾ രാത്രി എങ്ങനെ നെറ്റ് കഴിക്കും എനിക്കറിയില്ല. ഏത് ഭാഗത്തെ വീട് അതും അറിയില്ല. ഒക്കെ പോയി അടിയോളാനായിട്ട്. വേഗം പോടുന്നു. വീട് എവിടെയാണെന്ന് പോലും ഓർമ്മയില്ല. അവിടെ മന്ത്രവാദി മറ്റേ കയറി മറ്റേ ഇതൊക്കെ പോലീസിനെ കെട്ടുള്ളത്. ഏത് ഭാഗത്താണ് നമ്മളെ വീട് പോലും അറിയില്ല. മറ്റേ വാട്ടർ സോംബി കാരണം അപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. അടിയും പിടിയും ഇപ്പം നടക്കാതെ വരുന്നു. ആകുമ്പോൾ ബില്ലും വെട്ടും കുത്തൊക്കെ വരുന്നു. ലോങ് വീഡിയോ എടുക്കാനെന്ന് വിചാരിച്ചത്, പക്ഷേ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതൊക്കെയൊക്കെയോ ഭാഗത്ത് പോകണതാണ് അതിനടുത്തത്. കഴിഞ്ഞ 2 ലൈഫ് ചോണ് ഞാൻ ജസ്റ്റ് അപ്പോൾ പറയപ്പോയിരുന്നു. നമ്മൾ ഡെഡായാലും സ്പോണാകാൻ ഞാൻ ബെഡിൽ ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞു. വീഡിയോ ഓൺ ചെയ്തപ്പോൾ തന്നെ ക്ലിക്ക് ആയിരുന്നെന്നായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ആ നേരത്താണെങ്കിൽ ഫുള്ള് ലേഖടിയായിട്ട് ബേബിച്ചുണ്ട്. നേരത്തെ അതിന് ഫുള്ള് ഫോൺ ഭയങ്കര ലേഖടിച്ചുണ്ട്. ക്രീപ്പർ ഒരാളല്ലെങ്കിൽ ഒരാൾ പൊട്ടി ചീത്താനാണെങ്കിൽ നമ്മളെ പിന്നാലെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏത് ഭാഗത്ത് നമ്മൾ വീട്ടിൽ പോകേണ്ടതെന്ന് വെച്ചറിയില്ല. ഇതൊരു ചീറ്റിങ് ചെയ്യാതാക്കാൻ പറ്റില്ല കേസ്. കാരണം വീണ്ടും ആവശ്യം തൊട്ട് ഉണ്ടാക്കുക. ആവശ്യം തൊട്ട് സ്ഥലം കണ്ടുപിടിച്ചാൽ അതിൽ ചില്ലറ പണിയില്ല കേസ്. അത് സോറി ഗൈസ്, ഇതല്ലാതെ വേറെ വഴി ഞാൻ കാണില്ല. ആകുമ്പോൾ സോംബികളായിരുന്നു ക്രീപ്പറുകളായിരുന്നു ഡാമേജ് അധികം കൊള്ളും വേണ്ടെങ്കിൽ. ഒരു നൈറ്റ് ആയതല്ലേ, സ്കിപ്പ് ചെയ്ത് കളയട്ടെ. ഏത് ഭാഗത്ത് നമ്മൾ വീടും പോലും അറിയില്ല. ഒക്കെ അണ്ടി വാട്ടർ സോംബി കാരണമാണത്. ഏത് ഭാഗത്തൊക്കെ ഞാൻ വീട് തപ്പി പോയിന് ഒന്നും ഒരു ഐഡിയ ഇല്ല. ഏത് ഭാഗത്തൊക്കെ എൻ്റെ വീട് എവിടുക്ക ഞാൻ പോയിനതൊന്നും അറിയില്ല. ഒരത്തും പേടിയും കിട്ടുള്ള കേസ്. ഏത് ഭാഗത്തൊക്കെ ഞാൻ പോയിനത്, ഏത് ഭാഗത്ത് വീടൊന്നും അറിയണില്ല. ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി.
ഏത് ഭാഗത്ത ഓടി പോലും ഓർമ്മയില്ല, കിട്ടണില്ല. ഏത് ഭാഗത്ത് പോയി, എല്ലാന്നും പോയി. എവിടെയാണെന്ന് ഏത് ഭാഗത്താണെന്നും അറിയില്ല. എങ്ങനെ കണ്ടുപിടിച്ചാണ്, തപ്പി കണ്ടുപിടിച്ചാണ്. ഏകദേശം ഇതുപോലത്തെ ഒരു സ്ഥലത്ത് തന്നെയാണ് അത്, പക്ഷെ ഇത് വേറെ ഭാഗത്താണെന്നുള്ളൂ. ഈ ഭാഗത്തൊക്കെ എവിടെയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നു പോലും പറയാൻ പറ്റില്ല. ഏത് ഭാഗത്താണെന്ന്, ഏത് ദിശയിലാണെന്നും അറിയില്ല. അത്രയും കഷ്ടപ്പെട്ട് ഓരോന്നും അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റി ഞാൻ വൃത്തിയാക്കി അങ്ങേറ്റ് എത്തിച്ചൊക്കെയപ്പോൾ സ്ഥലം പോയി. കിട്ടി അൽഹംദുലില്ലാ. എന്താ കാരണം മനസ്സിലായി ഗസ്റ്റ്. എന്താന്ന് വെച്ചാല് എന്താ ഇതിന് ലേഖ അടിച്ച് പറഞ്ഞില്ലേനു. ആ ലേഖ അടിച്ചപ്പോൾ ഇതേമാതിരി കുഴിയും പിന്നെ ബെഡും പൊട്ടിച്ചേന്. അതേറ്റാണ് ഒരു ഫോണിൻ്റെ ലേഖടിയാണ് കണ്ടോ, നീങ്ങണം പോലില്ലാണ്ട്. അപ്പോൾ അത് ഫോണാണെങ്കിൽ പെട്ടെന്ന് ഹീറ്റാകുക, പെട്ടെന്ന് ലേഖ അടിച്ചത്. ഇതിനുള്ളിലൊക്കെയാണ് നമ്മുടെ സാധനങ്ങളുള്ളത്. നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതിനെ തേടി കണ്ടുപിടിച്ചാൻ കാരണം അതേമാതിരി വീറ്റ് സ്റ്റോറേജ് ബോക്സിലൊക്കെ ഇതൊന്ന് നോക്കി കഴിച്ചു. ഇത്രയും സാധനങ്ങളും ഫുഡ് പിന്നെ മറ്റത് ഇവിടെ നിന്നൊക്കെ മൈൻഡ് ചെയ്തല്ലോ എല്ലാ കല്ലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ചില കല്ലുകളൊക്കെ മിസ്സാകാൻ കാരണം ക്രീപ്പറാണ്. കാരണം അത് വീഴ്ത്താൻ പൊട്ടി തെറ്റുകൊണ്ടാണ് ഒക്കെ പകുതി മുക്കാലും പോകാൻ കാരണം. ഓക്കെ, ഇതാണ് ലാസ്റ്റത്തെ ബോക്സ്. ഇതിൽ മൊത്തം സാധനങ്ങളാണ്. പിന്നെ കേട്ടോ, ഇതിലൊക്കെ മൊത്തം തരം. ഇതിൽ ഫുള്ള് കല്ലും കാര്യങ്ങളൊക്കെ കണ്ടോ. കഷ്ടപ്പെട്ടതിൽ കിട്ടിയതായാലും ഒക്കെ ലേഖ അടിച്ച കാരണമാണ്. പിന്നെ ലേഖടി മാറിയപ്പോൾ പിന്നെ ബെഡ് വെക്കാനും മറന്നു ഞാൻ. അതായിട്ടാണ് എൻ്റെ വീടല്ല സ്ഥലം പോയതും ഇതൊക്കെ ആയത്. അതായിട്ട് കഴിച്ച് ഞാൻ ഇങ്ങനെ ചീറ്റിങ് പോലെ ഇത് ചെയ്യാൻ കാരണം. സോറി ഗൈസ്, നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനത്, കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഇപ്പം ഞാൻ അതൊക്കെ വൃത്തിയാക്കിയത്. നിങ്ങൾക്ക് തന്നെ അറിയില്ലല്ലോ, മൈൻക്രാഫ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ ഒരു വലിയ മരം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതേമാതിരി ആക്കണം നല്ല കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാലോ. ഒരു സീറ്റിങ് ചെയ്താണ് അതൊക്കെ വൃത്തിയാക്കിയതും ഇതൊക്കെ ആക്കിയതൊക്കെ. കഷ്ടപ്പെട്ടതിലും കിട്ടിയതായാലും കാരണം ഈ ഒരു സ്ഥലം മിസ്സായാൽ വേറെ പ്രശ്നമുണ്ട്.
ഇത് കാരണം ഇത് 3 സ്ഥലമാണ്, 3-4 സ്ഥലമാണ്. ഒന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം ഇങ്ങനെ, പിന്നെ ആ സ്ഥലം ഇതല്ല കണ്ടോ ലേഖടിച്ച് കണ്ടൊരു ആ ഒരു സ്ഥലം വേറെ. ഇതിൻ്റെ കുറച്ച് പകുതി ഇവിടെയുണ്ട്. പിന്നെ ആ ഭാഗത്ത് പിന്നെ വേറെ സ്ഥലമുണ്ട്, ആ ഭാഗത്തേക്ക് വേറെ സ്ഥലമുണ്ട്. അതായിട്ടാണ് ഞാൻ ഈ സ്ഥലം തന്നെ കിട്ടാൻ ഞാൻ നോക്കിയത്. അപ്പോൾ ഇതിനുള്ളിലൊക്കെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ പോരാ കേസ്. ഞാൻ അപ്പോൾ കേസ് ഉള്ളും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ടുണ്ട്. ഫുള്ളായിട്ട് സെറ്റപ്പായിട്ടില്ല, ചില ഭാഗത്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൊട്ടിത്തെറിച്ചിൻ്റെ പ്രശ്നമല്ല, ഈ ഒരു മണ്ണിൻ്റെത്, ഈ മണ്ണിൻ്റെ മണ്ണുകളുടെ പേരെന്താണെന്ന് വെച്ചറിയില്ല. ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞു, ഈ ഭാഗങ്ങളും മൊത്താബ ഇതായിരുന്നു. ഈ ഭാഗം മാത്രമല്ല, ഈ ഭാഗം എന്തായാലും ഇപ്പം എന്തേലും എന്തേലും എന്തൊന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. അതന്നെ എന്താ ഈ ഭാഗത്തോടൊക്കെ തന്നെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അട്ടേക്ക് ഇങ്ങനെ പോയിക്കട്ടെ. പിന്നെ ഈ ഭാഗങ്ങളിലെ ചില ഭാഗങ്ങളിലെ ഓട്ടകൾ, ആ ഓട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ നോക്കി ഇങ്ങനെ മൈൻഡ് ചെയ്ത് ഇങ്ങനെ പോയപ്പോ എവിടെ വരെ എത്തുമെന്നല്ല നോക്കിയാണത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഓട്ട ഇതല്ല, ഒരു കനാലതായി ഇങ്ങനെ ഓരോ ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ പോയപ്പോൾ ആ ഒരു ബ്ലോക്കും പൊട്ടിച്ചാലത്. പിന്നെ ഇത് ഞാൻ പൊട്ടിച്ചതെന്ന് വെച്ചാൽ ഇത് ഇവിടെ അല്ലേ, ഇത് നേരത്തെ ഞാൻ പൊട്ടിച്ചാണ്. ഇതിവിടെ ഇങ്ങനെയാണ് ഞാൻ അതേപോലെ പൊട്ടിച്ച്. ഇത് കുറേ ആയി പൊട്ടിച്ചിട്ട്. നൈറ്റ് ആവുന്നുണ്ട്, ഞാൻ പോയി കിടന്നിറങ്ങട്ടെ, അല്ലെങ്കിൽ അടി വരും. കാരണം ആർമർ പോലും ഇല്ല, വലിയ ടൂൾസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റത്തിനാ നമുക്ക് ബെഡിലെ കിടന്നു കയ്യിലിങ്ങനെ കിടന്നാണ്. എന്താ ഉറങ്ങാൻ പറ്റാത്തത്? എന്താ ഉറങ്ങാൻ പറ്റാത്തത്? ആ ഒരു തീട്ട അൾട്രാസോക്കി നോക്കി നിന്നിട്ടാണോ? വേറെ എവിടേക്കൊക്കെ തുറന്ന് നോക്കുന്നത്? കൊല്ല് അടിച്ച് നമ്മളെ ഒന്നു ഒരു ലേഖടി മൊത്തം. സോണിൻ്റെ ക്രീപ്പൻ്റെ പോലെ പൊട്ടിച്ചത് കാമത്ത് അതൊക്കെ സ്റ്റേറ്റോടെ മറ്റേത് പോകുമ്പോഴത്തെ ഇടയിൽ കയറി വന്നിട്ട് അതിലിപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ അവിടുന്ന് രക്ഷപ്പെടും. ഇനിയിപ്പോൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ പണി തന്നെയൊക്കെ. ഒരു ആർമർ പോലും ഇത് കൊള്ളാത്തത് ഫുള്ള് ലേഖടിയാണ്. പണ്ടാണെങ്ങനെ വെച്ച് ലേഖ അടിച്ചു കാണുന്നുണ്ട്, ഒരു അടി പോലും കൊള്ളില്ല. ഈ ഓട്ടിൽ കൂടെ ഇങ്ങനെ പോയിട്ട് കാണത്തോട്ട് വേഗം വേഗം ഓട് 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 വണ്ടി ഓടാണ്.
അടച്ചാ വണ്ടി ഒന്നെ കൊന്നിട്ടേ ചാവുള്ളൂ. എന്താണ് പോലെ ഇങ്ങനെ ഒരു ദേഷ്യം വീട് ഓരോ വണ്ടിൻ്റെ ഒരു ഭാഗത്തല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മറുഭാഗത്ത് ഒരു കടിച്ചോണ്ടാണ് ഇപ്പോൾ അത് ഇത്രയും ഒരിത്. പിന്നെ ക്രീപ്പറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം സോംബിൻ്റെ ഒരു അടി കാരണം നീങ്ങാൻ കുറച്ച് ഇതായി. എന്തോ ഒരു കഷ്ടമാണ് ഇതിൽ. സോംബി ക്രീപ്പറിനൊക്കെ പറഞ്ഞയച്ചു വിടാനായി സമയമായിരിക്കും. മീൻസോടെ കഷ്ടപ്പെട്ടൊക്കെ മൂടിയൊക്കെ ഇതൊക്കെ കാണുന്നു ഇതാക്കി. നമുക്കൊരു അവസരം എങ്ങനെയും കിട്ടണമല്ലേ. ക്രീപ്പറിന് തലനായിട്ടല്ല അതേമാതിരി ഇങ്ങനെ ബ്ലോക്കൊക്കെ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ അപ്പോഴേ ഓനക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലത്. ഇതിൽ ഇനി അങ്ങനെ വരണല്ലേ, ഇനി അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഇതിൽ ഇനി ഇബലൊക്കെ പണിയെടുക്കുക, ഇബലെ കൊല്ലാനായിട്ട് നമ്മൾ നടക്കുക. കുഞ്ഞി അടങ്ങിക്ക ഒരു ഭാഗത്ത് എൻ്റെ കുഞ്ഞി ഇളമോങ്ങ കണ്ടോട്ടെ. അത് കറുത്ത കുഞ്ഞി കണ്ണ്. അങ്ങനെയാണ് ആ കോഴികളൊക്കെ എവിടെയാണോ അല്ലേ. ഞാൻ ആ ഫോണല്ല മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ് ചെയ്തിന്. ആ കോഴിക്കുട്ടികളെ കാണുന്നുണ്ട് മഞ്ഞ കളറിൽ. പെട്ടെന്ന് എൻ്റെ പോയി കോഴിക്കുട്ടി വെച്ച് കാട്ടുപൂച്ച എന്തോ വരും. അത് ഓട്ടപ്പൻ ഇതല്ല. അത് ശരിയാക്കാൻ വേണ്ടി ഇവിടെ ബ്ലോക്ക് അതിന് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിന്. ഞാൻ ഇതിൻ്റെ അടിക്കല്ല് മൊത്തം ഞാൻ ആക്കിയിരിക്കും. ഈ അടിയിൽ ഞാൻ അതിന് മാറ്റാനാണ് ഞാൻ ബ്ലോക്ക് എടുത്ത് മാറ്റിച്ച്. ബ്ലോക്ക് മാറ്റിച്ചല്ല ഇവിടുന്ന് വാങ്ങിച്ച് തീർത്തില്ല. ഗഡുമാരി ഇതുവരെ കടിച്ചിട്ട് എന്തൊക്കെ എന്തൊക്കെയൊക്കെ അറിയുന്ന ഫോണിന് എന്തൊക്കെയൊക്കെ പറ്റിയിട്ടുണ്ടായാലും. റീൽസിനുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ ഇതൊന്നുണ്ടാവില്ല, ഇത്ര ബുദ്ധിമുട്ടും വേണ്ട. പക്ഷെ എഡിറ്റിങ് ചെയ്തൊക്കെ ഉണ്ട്. ചാനലിൽ എഡിറ്റിങ്ങും അറിയില്ല. ഇന്നത്തെ വീഡിയോ എടുക്കുമ്പോഴും ആണ് ഒരു എഡിറ്റിംഗ് ഒക്കെ. പക്ഷേ അതിന് എഡിറ്റിംഗ് ഒന്നും അറിയില്ല ഗൈസ്. അതിന് വളരെ എഡിറ്റിംഗ് ആയിരുന്നു. ഇതൊക്കെ ഈ പേരൻ്റെ ആവശ്യത്തിൽ തീരുമാനമാക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരാം ഗൈസ്. ഞാൻ ഹലോ ഗൈസ്, പലർക്കും അപ്പോൾ ഗൈസ് വീടിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നു. എല്ലാ ഭാഗം സെറ്റപ്പായിട്ടുണ്ട്. ഈ ഭാഗത്ത് ജനാല മാത്രം വെച്ചാൽ മതി. ജനാലൊക്കെ ചില്ല് വേണം. ചില്ല് സെറ്റപ്പായി കൊണ്ടിരിക്കണം ഗൈസ്.
ഇത് കോഴിക്കുട്ടി അല്ലല്ലോ, കോഴിത്തള്ളയല്ലേ? കോഴിത്തള്ളയാണ്. നിങ്ങൾക്ക് കുട്ടീനെയാണ് കാണാമല്ലോ. കുട്ടീനെ കാണുമ്പോൾ എടുത്ത് അപ്പം ഞങ്ങൾ കിട്ടിയ ഗ്ലാസ്സായിട്ട് കിട്ടിയ അങ്ങനത്തെ ഫുഡ് ഞാനിവിടെ കത്തിച്ചിട്ടുണ്ട്, സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 6 ഗ്ലാസ്സായി. പക്ഷെ നമുക്ക് കളർ ചേഞ്ച് വേണം. കളർ ചേഞ്ച് മാറ്റാനായിട്ട് നമ്മളൊരു പൂവ് കാര്യം വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിലെങ്ങാണ്ടാണ് ഇതിൽ റെഡ് ഉണ്ട്, മഞ്ഞുണ്ട്. പക്ഷെ ഇത്ര പോരല്ലോ. നോക്കട്ടെ, എല്ലേറ്റ് എന്തെങ്കിലും പൊടി ഉണ്ടാക്കാൻ പറ്റും. ഓടാട്ടെ, എല്ലേറ്റ് എന്തെങ്കിലും പൊടി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരില്ല. ഇതൊക്കെ ഏതാ പൂവൊക്കെ? ഇത് നമുക്ക് കിട്ടിയോ? ഇത് ഇത്ര ഉണ്ടോ? നോക്കട്ടെ, ഇതിവിടെ കിട്ടിയതുണ്ട്. നോക്കട്ടെ, ഇതിൽ 6 ഉണ്ട്. 6 ഉണ്ട്. ഇതിലോ മൊത്തം 15 15 പറഞ്ഞല്ലോ. ഇപ്പം കിട്ടിയിട്ട് ഏതായാലും ഉണ്ടാക്കാം. ഇങ്ങനെ വെച്ചിട്ട് പരക്കാൻ പറ്റില്ല. ഇനി 2 ഗ്ലാസ് കൂടി വേണം, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ്. കാപ്പി കളറ് രസമുണ്ടാവും, അറിയില്ല. ഈ ഗ്ലാസ് രസമാണ് ഇതിലോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഫുള്ളായിട്ടൊക്കെ വെച്ചിട്ട് മേൾഭാഗം അടിഭാഗം സെറ്റപ്പ് ആക്കിയിട്ട് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നിട്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ആക്കി നോക്കട്ടെ കേട്ടോ. സെറ്റപ്പ് ആക്കാൻ കഴിയുണ്ടാവട്ടെ. ഹലോ ഗായ്സ്, അപ്പം എൻ്റെ വീടിൻ്റെ ഇങ്ങനെയൊക്കെയാണ് ആക്കിയത്. ആദ്യത്തെ ഉദ്ഘാടനം കഴിച്ചു ഗൈസ്. ഇങ്ങനെയൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള വീടൊക്കെ. ഇനി 2 നേരം 3 നേരമൊക്കെ ആകുമ്പോൾ ശരിയാവുക വെക്കലും സെറ്റപ്പ് ആകുക വെക്കലും. ഒരു ഫസ്റ്റ് നേരം ആയാലും ഇങ്ങനെയാണ്. ഇനി നമുക്ക് അയണൊക്കെ വേണം. അയണുണ്ടായാലേ നമുക്ക് ഹാൻഡിലൊക്കെ തൂക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെറുത് സെറ്റപ്പ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടോർച്ച് കൂടെ നേരത്തെ വെച്ചാണ്. കാരണം ഈ പച്ചപ്പൊക്കെ പിടിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് തരുന്നത്. അതൊക്കെ അപ്പോൾ അവസാനം
ഒക്കെ തട്ടിക്കുട്ടി എൻ്റെ വീട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ വീട് ഇഷ്ടപ്പെട്ടിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല കുറച്ചൊക്കെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വീട്. കണ്ട അതിൻ്റെ സൈഡ് ഭാഗം അങ്ങനെ, ബാക്ക് ഭാഗം അങ്ങനെ. പിന്നെ ഈ ഒരു സൈഡ് ഭാഗം അങ്ങനെ. പക്ഷേ ഇത് സെറ്റപ്പ് ആക്കി എടുക്കണമെന്ന് ഇത് നമുക്ക് സംഭവങ്ങളൊക്കെ കാണാം. ഗൈസ് കുറേ സാധനങ്ങളൊക്കെ കാണാം. ഈ ചില്ല് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. സാധാ ചില്ലാക്കണോ അല്ല ഈ ഒരു ചില്ലിനെ മതിയോ എന്നല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് എല്ലാവരും പ്ലീസ്. നിങ്ങൾ ആരൊന്നും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനേലും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ ഗ്ലാസ് ഈ കാപ്പി കളർ മതിയോ അല്ലാതെ നമുക്ക് സാധാ ഇതേമാതിരി വെള്ള കളർ മതിയോന്നില്ല, ഇങ്ങനത്തെ വെള്ള ചില്ല് മതിയോന്നില്ല കമൻറ്റ് ചെയ്യുക ഗൈസ്. പെരൻ്റെ ഉൾഭാഗം ഒന്ന് സെറ്റപ്പ് ആക്കണം. പക്ഷേ സെറ്റപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പുറത്തില്ലൊക്കെ ഉള്ളിലേക്ക് തട്ടണം. പിന്നെ അതേമാതിരി 2 ബെഡും വേണം. പിന്നെ നമുക്ക് ഒരു ആടിന് വേണം ഗൈസ്. ആട് ആട് നമുക്ക് സെറ്റപ്പാക്കാം. മഴയുണ്ട്. ആ ഭാഗത്ത് ആളുണ്ടാവും കേട്ടോ. ഭാഗത്ത് ആടിട്ടായിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയാണ്. ബോട്ടുണ്ടാക്കാം. ബോട്ടിൽ കയറ്റി കൊണ്ടുവരാൻ നമുക്ക് ബോട്ട് കയറ്റായി. ബോട്ട് ഞാൻ വേറെ ഉണ്ടാക്കിയിരുന്നില്ല. ഉണ്ടാക്കി വെറുതെ ഒരു ബോട്ട് ഉണ്ടാക്കി വിഷയമില്ല ഗൈസ്. പുറത്ത് ഭയങ്കര മഴയാണ്. മഴയുണ്ട്, കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് എന്താ സൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തില്ല, അപ്പുറത്ത് ഞാൻ ആടിനും തപ്പി പോയപ്പോൾ അവിടെ നമ്മുടെ വില്ലേജർ സോംബില്ലേ അറ്റാക്ക് ചെയ്യാൻ വന്ന്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഈ മഴ പോണ വരെ നമ്മൾ കാത്തിക്കണം. പോണ വരെ കാത്തിക്കുമ്പോഴത്തേനും എന്താ രാത്രിയാവും. അപ്പോൾ അത് എങ്ങനെയും കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ മീറ്റ് ചെയ്യാൻ കഴിച്ചു ഞാൻ. ഓക്കെ ഗൈസ്, ഒരാടിനെ കിട്ടി. പക്ഷേ അത് കാപ്പി കളറാണ്. നമുക്ക് കാപ്പി ആടാണല്ലോ, നമുക്ക് വെള്ളാട് മതി. എല്ലാതും കാപ്പി ആയാൽ അത് ബോറാവില്ല. നമുക്ക് വെള്ളപ്പെട്ട് മതി. മീനെ വൈറ്റാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വൈറ്റാക്കായിരുന്നു. അപ്പം വൈറ്റാക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ അപ്പുറത്ത് വില്ലേജിൽ പോയി വെക്കാം. വില്ലേജിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പോലെ ഏതൊരു ആടിനെ കുടിച്ചിട്ട് പോയാൽ ഗൈസ് നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്ത് ഇതാ
ഇങ്ങനത്തെ കൂതാരണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എരുത്തേക്ക് പോലും പോകരുത്. എരുത്തേക്ക് പോയ പ്രശ്നമാണ്. കാരണം അമ്പും വില്ലും ഒന്നാണ് ഇങ്ങനെ. ചിലപ്പോൾ അമ്പും വലിയ കരം, ചിലപ്പോൾ കത്തിയും കാര്യങ്ങളും എടുത്താണ്ട് കരം അസുഖങ്ങൾ വരിക. കാരണം അതിനെ കൊല്ലുമ്പോഴാണ് അറിയില്ല, അതിൻ്റെ എരുത്തേക്ക് പോകുമ്പോഴാണ് അറിയില്ല. അത് മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും ഇങ്ങനെ അസുഖങ്ങൾ. പശുവിനെ കിട്ടി, ആടിനെ കിട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ അരിച്ച് പോകരുത്. അരിച്ച് പോയാൽ 8ൻ്റെ പണി കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മളതിൽ ആർമറും ഇല്ല, ടൂൾസ് പോലും ഇല്ല. ടൂൾസ് ആകല്ലത് ആ കോടാലിയും ഇത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ആൾ കുതിരാണെങ്കിൽ അങ്ങോട്ടാണല്ലോ പോണത്. പെട്ടല്ലേ നമ്മൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കും നിങ്ങളൊക്കെ. ഈ വീഡിയോ എല്ലാവരും